ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സും എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ആക്കി തരുന്നത്. ഈ വരുന്ന കേട്ടറ്റ് എക്സാം എഴുതുന്നവർക്ക് ഇനിയും 2 മാസം മുന്നിലുണ്ട്. അതായത് ഏകദേശം 60 ദിവസത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടും. ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് സൈക്കോളജിയിൽ നേടാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇനിയും കേട്ടറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് 2-3 വട്ടം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സൈക്കോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്ര ശാഖകൾ. അതായത് മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. 1 കേവല മനഃശാസ്ത്രം, 2 പ്രയുക്ത മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയുക? പ്യുവർ സൈക്കോളജി. പ്രയുക്ത എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. അതിൽ ആദ്യത്തെ സൈക്കോളജി നോക്കാം. കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി. കേവല മനഃശാസ്ത്രത്തിൽ കുറച്ച് സൈക്കോളജി വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം. സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം. സാമാന്യ മനഃശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? ജനറൽ സൈക്കോളജി. സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി. പാരമ്പര്യ മനഃശാസ്ത്രം ജെനറ്റിക് സൈക്കോളജി. അടുത്തത് ശാരീരിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം. അപ്പോൾ ശാരീരിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം. ശാരീരിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ സൈക്കോളജി. ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചൈൽഡ് സൈക്കോളജി. താരതമ്യ മനഃശാസ്ത്രം കമ്പാരിറ്റീവ് സൈക്കോളജി. ശാരീരിക, ശിശു, താരതമ്യ മനഃശാസ്ത്രം. ഇനി അടുത്തത് നോക്കാം. അപസാമാന്യ മനഃശാസ്ത്രം, പാരാ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം. അപസാമാന്യ മനഃശാസ്ത്രം, പാരാ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം. അപസാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി, പാരാ സൈക്കോളജി. വ്യക്തിത്വ മനഃശാസ്ത്രം പേഴ്സണാലിറ്റി സൈക്കോളജി. പരിസര മനഃശാസ്ത്രം എൻവിയോൺമെൻ്റൽ സൈക്കോളജി. ഇനി അടുത്തത് നോക്കാം. ഉപബോധന മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, മനോമിതി മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം. ഉപബോധന മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, മനോമിതി മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം. ഉപബോധന മനഃശാസ്ത്രം കൗൺസിലിംഗ് സൈക്കോളജി. പരീക്ഷണ മനഃശാസ്ത്രം എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. മനോമിതി സൈക്കോമെട്രി. നാഡീ മനഃശാസ്ത്രം ന്യൂറോ സൈക്കോളജി. അപ്പം ഇത്രയാണ് കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. അടുത്തത് നമുക്ക് പ്രയുക്ത മനഃശാസ്ത്രം അപ്ലൈഡ് സൈക്കോളജി നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈതാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈതാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി. നൈതാനിക മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി. ക്രിമിനൽ മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി. അടുത്തത് നോക്കാം. വ്യവസായ മനഃശാസ്ത്രം,
സൈനിക മനഃശാസ്ത്രം, രാഷ്ട്രീയ മനഃശാസ്ത്രം. വ്യവസായ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, രാഷ്ട്രീയ മനഃശാസ്ത്രം. വ്യവസായ മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. രാഷ്ട്രീയ മനഃശാസ്ത്രം, പൊളിറ്റിക്കൽ സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ തന്നെ അടുത്തത് നോക്കാം. ഫോറൻസിക് മനഃശാസ്ത്രം, കായിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം. ഫോറൻസിക് മനഃശാസ്ത്രം, കായിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം. ഫോറൻസിക് സൈക്കോളജി. കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. നിയമ മനഃശാസ്ത്രം, ലീഗൽ സൈക്കോളജി. ഇത് ഇംഗ്ലീഷിലും കൂടെ ഓരോന്നിൻ്റെയും പേര് പറയുന്നത് കേട്ടിട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കൂടാതെ BEdകാർ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇംഗ്ലീഷിലും കൂടെ പറയുന്നത്. പ്രയുക്ത മനഃശാസ്ത്ര ശാഖകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. പ്രയുക്ത മനഃശാസ്ത്ര ശാഖകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രം അതായത് അപ്ലൈഡ് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്കാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനാണ്. അതായത് നമ്മൾ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ കുറേ ശാഖകൾ പഠിച്ചിട്ടില്ലേ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്കാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കാണ്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പ്രയോഗമാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പ്രയോഗമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. പഠിതാവ്, പഠന സാഹചര്യം, പാഠ്യവസ്തു, ബോധന രീതികൾ, മൂല്യനിർണ്ണയം. പഠിതാവ്, പഠന സാഹചര്യം, പാഠ്യവസ്തു, ബോധന രീതികൾ, മൂല്യനിർണ്ണയം എന്നീ കാര്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? പഠിതാവ്, പഠന സാഹചര്യം, പാഠ്യവസ്തു, ബോധന രീതികൾ, മൂല്യനിർണ്ണയം എന്നീ കാര്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ലേണർ, പഠന സാഹചര്യം, പാഠ്യവസ്തു, ബോധന രീതികൾ, മൂല്യനിർണ്ണയം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ.